ഹലോ സ്റ്റാർട്ട് ചെയ്യല്ലേ? ലിറ്റററി ടൈംസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വേണ്ടി റിവ്യൂ പ്രസന്റ് ചെയ്യാൻ വന്നിട്ടുള്ളത് ചെറുവേക്കര സ്കൂളിലെ അധ്യാപികയായ റിയമോൾ സക്കരിയ മാം ആണ്. പ്രശസ്തനായ എഴുത്തുകാരൻ പെരുമ്പാടം ശ്രീധരൻ എഴുതിയ ഒരു സങ്കീർത്തനം പോലെ എന്ന പുസ്തകത്തിന്റെ റിവ്യൂ ആണ് ഇവിടെ പങ്കുവെക്കാൻ പോകുന്നത്. റിവ്യൂ പങ്കുവെക്കാൻ വേണ്ടിയിട്ട് മാമിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും ഗുഡ് ഈവനിങ്. കേൾക്കാമോ? ആ മാം കേൾക്കുന്നുണ്ട്. എന്റെ കൂടെ എന്റെ മോനും കൂടെ ഉണ്ട് കേട്ടോ. അപ്പൊ ചിലപ്പോ ഒന്ന് അങ്ങടെ ഇങ്ങടെ ഒക്കെ ഒന്ന് നീങ്ങേണ്ടിരിക്കും കേട്ടോ. അപ്പൊ എല്ലാരും ഒന്ന് സഹകരിച്ചോളൂ കേട്ടോ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത് മലയാള സാഹിത്യത്തിലെ പ്രിയപ്പെട്ട എഴുത്തുകാരനായ ശ്രീ പെരുമ്പടവം ശ്രീധരന്റെ ഒരു സങ്കീർത്തനം പോലെ എന്ന് പറയുന്ന നോവലാണ്. അത് ഏറ്റവും അധികം വായിക്കപ്പെട്ട, ഏറ്റവും അധികം വിറ്റഴിക്കപ്പെട്ട പുസ്തകങ്ങളിൽ ഒന്നാണ് പെരുമ്പടവം ശ്രീധരന്റെ ഒരു സങ്കീർത്തനം പോലെ എന്ന് പറയുന്ന നോവൽ. ഇത് ഒരു ക്ലാസിക് നോവൽ എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ് അദ്ദേഹത്തിൻ്റെത്. 1993 ഈ പുസ്തകം പുറത്തിറങ്ങുന്നത്. ഞാൻ അന്ന് പിച്ച വെച്ച് നടക്കുന്ന പ്രായവും എന്നെ കേൾക്കുന്ന അല്ലെങ്കിൽ ഈ പുസ്തക റിവ്യൂ നടത്തുന്ന ഞാൻ എൻ്റെ ചെറുപ്പകാലത്തിൽ, അതായത് ഒരു 4-5 വയസ്സ് പ്രായമുള്ള സമയത്താണ് ഈ പുസ്തകം രചിക്കപ്പെട്ടത്. എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരും അന്ന് ഈ ഭൂമുഖത്ത് ജനിച്ചിട്ട് പോലുമില്ല. ആ കാലഘട്ടത്തിൽ പിറവിയെടുത്ത ഈ പുസ്തകത്തിന് ഇന്നും ഏറെ കാലിക പ്രസക്തി ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. റഷ്യൻ സാഹിത്യകാരനായ ദസ്തേവ്സ്കിയുടെ ജീവിതകഥ പറയുന്ന പുസ്തകമാണിത്. പെരുമ്പടവം ശ്രീധരൻ അദ്ദേഹത്തിന്റെ ഒരു യൗവന കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ടിരിക്കുന്ന, അല്ലെങ്കിൽ അദ്ദേഹം വായിച്ച പുസ്തകങ്ങൾ, പെരുമ്പടവം ശ്രീധരൻ വായിച്ച പുസ്തകങ്ങൾ ദസ്തേവ്സ്കിയുടേതായിരുന്നു. അതിൽ അദ്ദേഹം കുറ്റവും ശിക്ഷയും എന്ന് പറയുന്ന നോവലൊക്കെ ആദ്യ കാലഘട്ടത്തിൽ വായിച്ചതാണെന്ന് പറയപ്പെടുന്നു. അത് കൂടാതെ അദ്ദേഹത്തിന് കുറ്റവും ശിക്ഷയും വായിച്ച ഒരു ദിവസം ഉറങ്ങാൻ പോലും കഴിഞ്ഞില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 45 വയസ്സുകാരനായ ദസ്തേവ്സ്കിക്ക് 20കാരിയായ അന്ന എന്ന് പറയുന്ന പെൺകുട്ടിയോട് തോന്നുന്ന ഒരു പ്രണയത്തിന്റെ കഥ പറയുന്ന നോവലാണിത്. അന്ന എന്ന് പറയുന്നത് 20 വയസ്സുകാരിയായ ഒരു സ്റ്റെനോഗ്രാഫറാണ്. ദസ്തേവ്സ്കിയുടെ നോവൽ എഴുതി പൂർത്തിയാക്കുന്നതിന് വേണ്ടി അദ്ദേഹം അന്നയെ സഹായത്തിന് കൂട്ടുപിടിക്കുന്നതാണ്. ഈ ദസ്തേവ്സ്കിയുടെ ജീവിതത്തിലേക്ക് അന്ന കടന്നു വരുന്നതും പിന്നീട് പല പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് അന്നയും ദസ്തേവ്സ്കിയും ഒന്നായി തീരുന്നതുമായ ഒരു പ്രണയത്തിന്റെ കഥ പറയുന്ന നോവലാണ് പെരുമ്പടവം ശ്രീധരന്റെ ഒരു സങ്കീർത്തനം പോലെ എന്നുള്ളത്. ദസ്തേവ്സ്കിയുടെ മാനസിക സംഘർഷങ്ങളും ഒറ്റപ്പെടുത്തലുകളും ഒക്കെ എഴുത്തുകാരൻ നമുക്ക് മുന്നിൽ വളരെ വ്യക്തമായിട്ട് അവതരിപ്പിക്കുന്നു. അതിലെ കഥാപാത്രങ്ങളിലൂടെയും വഴികളിലൂടെയും നേവാനദിക്കരയിലൂടെയൊക്കെ നമ്മളൊപ്പം സഞ്ചരിക്കുന്നതായിട്ടാണ് നമ്മളത് വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകുന്നത്. കാരണം ചൂത് കളിച്ച് കയ്യിലെ പണമെല്ലാം നഷ്ടപ്പെട്ട, ആർക്കും വേണ്ടാത്ത ഒരാളായിട്ട് ജീവിക്കുന്ന ദസ്തേവ്സ്കി, ആ ഒരു സിറ്റുവേഷനിൽ നിന്നാണ് ഈ നോവല് ആരംഭിക്കുന്നത് തന്നെ. അദ്ദേഹത്തിന്റെ ദൈനംദിന കാര്യങ്ങൾ നോക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് ഫെദോസി എന്ന് പറയുന്ന ഒരു അത്യാവശ്യം പ്രായമുള്ള ഒരു ലേഡി ഉണ്ടായിരുന്നു. ഈ സമയത്ത് സ്റ്റെലോസ്കി എന്ന് പറയുന്ന പ്രസാധകൻ അദ്ദേഹത്തിന്റെ അടുത്ത് വരുന്നതും അദ്ദേഹവും ദസ്തേവ്സ്കിയും തമ്മിൽ ഒരു കരാറിൽ ഏർപ്പെടുകയാണ്. റഷ്യൻ നാണയമായ ഒരു 3000 റൂബിളിനാണ് അവർ കരാറിൽ ഏർപ്പെടുന്നത്. 1866 നവംബർ 1 മുന്നേ ആയിട്ട് ഒരു 160 പേജുള്ള നോവൽ അദ്ദേഹം രചിച്ചു കൊടുക്കണമെന്നാണ് പറയുന്നത്. ഇനി അങ്ങനെ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ദസ്തേവ്സ്കി ഇതുവരെ എഴുതിയിട്ടുള്ള എല്ലാ നോവലുകളും അല്ലെങ്കിൽ എല്ലാ പുസ്തകങ്ങളും ഇനി ഒരു 9 വർഷത്തേക്ക് അദ്ദേഹം എഴുതുന്ന പുസ്തകങ്ങളും കൂടെ
സ്റ്റെലോവ്സ്കിക്ക് അവകാശപ്പെട്ടതായി മാറുമെന്നാണ് പറയുന്നത്. ചിലപ്പോ അദ്ദേഹത്തിന് ജയിൽവാസം വരെ അനുഭവിക്കേണ്ടതായിട്ട് വന്നേക്കാം. ഇങ്ങനെ തന്റെ ജീവിതം ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുമ്പോൾ എന്തുകൊണ്ടത് എഴുതി കൊടുത്താലേ മതിയാകൂ എന്നുള്ള സിറ്റുവേഷനിൽ നിൽക്കുന്ന സമയത്താണ് പിന്നെ ഈ നോവൽ എഴുതി പൂർത്തിയാക്കുന്നതിന് വേണ്ടി സ്റ്റെനോഗ്രാഫറായിട്ട് അന്ന എന്ന് പറയുന്ന 20 വയസ്സുകാരി എത്തുന്നത്. അച്ഛന്റെ മരണശേഷം തന്റെ സ്വപ്നങ്ങളെല്ലാം ഉപേക്ഷിക്കപ്പെടേണ്ടി വന്ന അന്നയ്ക്ക് ഈ ജോലി വലിയൊരു ആശ്വാസമായിരുന്നു. അന്നയ്ക്ക് ദസ്തേവ്സ്കിയോട് ഒരു ആരാധന ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവൾ ഈ ജോലി വളരെ സന്തോഷത്തോടു കൂടെയാണ് ഏറ്റെടുത്തത്. വളരെ ഇഷ്ടത്തോടു കൂടെ വന്ന ജോലിയാണ്. പക്ഷെ ദസ്തേവ്സ്കി എന്ന് പറയുന്നത് ഒരു വളരെ അവള് ആദ്യഘട്ടങ്ങളിൽ ദസ്തേവ്സ്കിയോട് വളരെ അടുത്ത് സംസാരിക്കാനായിട്ടൊക്കെ ഇവള് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇദ്ദേഹം ഒരു പരുക്കൻ സ്വഭാവം, ഒരു ചൂത് കളിച്ച് തന്റെ കയ്യിലെ പണമെല്ലാം നഷ്ടപ്പെടുത്തി മദ്യപിക്കുക, അങ്ങനെ ജീവിതത്തിലൂടെ ഒരുപാട് സങ്കടങ്ങളിലൂടെയും ഒറ്റപ്പെടലുകളിലൂടെയും ദാരിദ്ര്യത്തിലൂടെയും ഒക്കെ കടന്നു പോകുന്ന അങ്ങനെ പോയൊരു വ്യക്തിയാണ്, ഒരു മുൻകോപിയായ ഒരു വ്യക്തിയാണ് എന്നൊക്കെ അന്ന തിരിച്ചറിയുകയാണ്. ഇദ്ദേഹത്തിന്റെ ചൂതുകളികളുടെ ഭ്രമത്തിനും എന്ന് പറയുന്നത് വീട്ടുടമസ്ഥനോട് പോലും അദ്ദേഹം കടം വാങ്ങിയിട്ടുണ്ട്. ആ പൈസ കൊണ്ട് അദ്ദേഹം ചൂത് കളിക്കുന്നു, മദ്യപിക്കുന്നു, അങ്ങനെ പോകുന്നു. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് രാത്രിയിൽ വിജനതയിലൂടെ ഇങ്ങനെ നടന്നു വരുമ്പോൾ അദ്ദേഹം ദൈവത്തോട് എന്നിട്ട് പരാതി പറയുന്നു, ദൈവത്തോട് ഒറ്റയ്ക്ക് സംസാരിക്കുന്നൊക്കെ ഉണ്ട്. എന്താ പറയുന്നത് വെച്ചാൽ, ദൈവമേ നീ എന്തിനാണ് എന്നെ ഇങ്ങനെ സൃഷ്ടിച്ചത്, എന്തുകൊണ്ട് എന്നെ ആർക്കും വേണ്ടാത്തവനായിട്ട് മാറ്റി, പരാജിതനായിട്ട്, ദരിദ്രനായിട്ട്, ഒത്തിരി പീഡാനുഭവങ്ങളിലൂടെയൊക്കെ നീ എന്നെ കടത്തിക്കൊണ്ട് പോയില്ലേ ദൈവമേ എന്ന് ദസ്തേവ്സ്കി ദൈവത്തിനോട് പരാതിയും കൂടെ ചോദിക്കുന്നത് നമുക്കിങ്ങനെ കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ എല്ലാവരോടും ദേഷ്യപ്പെടുന്നത് പോലെ ഈ ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോയത് കൊണ്ടായിരിക്കാം അന്നയോടും പലതവണ ഇദ്ദേഹം ദേഷ്യപ്പെടുന്നുണ്ട്. പക്ഷെ എന്നിട്ട് എന്ത് ചെയ്യുന്ന അറിയാമോ, ദേഷ്യപ്പെട്ടതിന് ശേഷം അദ്ദേഹം പിന്നെ അന്നയോട് ക്ഷമ ചോദിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പറയും, ഇതുപോലുള്ള ദേഷ്യപ്പെടലുകൾ ഇനി എപ്പോഴെങ്കിലും ഉണ്ടായാൽ നീ എന്നോട് ക്ഷമിക്കാനുള്ള ഒരു കരുണ കൂടെ കാണിക്കണമേ എന്നൊരു റിക്വസ്റ്റ് പോലെ, ഒരു അപേക്ഷ പോലെ ദസ്തേവ്സ്കി അന്നയോട് ചോദിക്കുന്നുണ്ട്. പിന്നെ ശരിക്കും ഇതൊരു ചൂതാട്ടക്കാരന്റെ കഥയാണ്. അലക്സി എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ മുൻനിർത്തിയാണ് ഈ കഥ പോകുന്നതെങ്കിലും പലപ്പോഴും ഈ കഥ പറയുന്നത് ദസ്തേവ്സ്കിയുടെ തന്നെ ജീവിതത്തിലെ കാര്യങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് പോകുന്നത്. അദ്ദേഹത്തിന് ഭാര്യയുണ്ട്, മേദ്ന എന്ന് പറയുന്ന ഒരു ഭാര്യയുടെ രോഗശൈലിയിലൂടെ കടന്നു ആ ഒരു സിറ്റുവേഷൻ, രോഗത്തിലായാലും അവൾ വിഷമിക്കുന്ന ഒരു സാഹചര്യത്തിൽ ദസ്തേവ്സ്കി ചെയ്യുന്നത് എന്താണെന്നറിയാമോ, പോളിന എന്ന് പറയുന്ന മറ്റൊരു യുവതിയുടെ പിന്നാലെ പോവുകയാണ് ചെയ്യുന്നത്. അപ്പോ ഈ പോളിനയ്ക്ക് വേണ്ടി എന്തും ചെയ്യാൻ അദ്ദേഹം തയ്യാറാണ്. ഏത് കൊടുമുടി വരെ പോവാനും എന്ത് ത്യാഗം സഹിക്കാനും തയ്യാറായിട്ട് പിന്നെ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെയാണ് ഇദ്ദേഹം പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതൊക്കെ കുറെ കാര്യങ്ങൾ അന്ന മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന്റെ സഹായിയായ ഫിറോസിയയിൽ നിന്നാണ്. കുറെ കാര്യങ്ങൾ അന്ന മനസ്സിലാക്കുന്നത്. കൂടുതൽ അറിയാൻ വേണ്ടി അന്ന ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ അടുത്ത് വായിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതിന് ഒട്ടും അദ്ദേഹം അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല, നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. തന്റെ പുസ്തകങ്ങൾ വായിച്ചാൽ തന്റെ കാര്യങ്ങൾ അവൾ കൂടുതൽ മനസ്സിലാക്കുമെന്ന് ഭയപ്പെട്ടിട്ടും ഇനി ഇതെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ അന്ന തന്നെ പോകുമെന്നുള്ള ഒരു പേടി കൊണ്ടായിരിക്കാം ചിലപ്പോ ദസ്തേവ്സ്കിയുടെ പുസ്തകങ്ങൾ വായിക്കുന്നതിനെ അന്ന പുസ്തകങ്ങൾ വായിക്കുന്നത് ദസ്തേവ്സ്കി നിരുത്സാഹപ്പെടുന്നത്. പക്ഷെ അന്ന ചെയ്തത് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ വായിച്ചു, അദ്ദേഹത്തെ കൂടുതൽ മനസ്സിലാക്കാനായിട്ടാണ് അവള് ശ്രമിക്കുന്നത്. ഒരു പ്രാവശ്യം ഇതുപോലെ ദസ്തേവ്സ്കിയോട് പിണങ്ങി പോകുന്ന ഒരു പ്രാവശ്യം അദ്ദേഹത്തോട് പിണങ്ങി പോകുന്നു. അങ്ങനെ പിണങ്ങി പോയിട്ട് അന്ന പിണങ്ങി പോയിട്ട് അന്നയുടെ പിന്നാലെ ഇദ്ദേഹം പോവുകയാണ്. പോയതിന് ശേഷമാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, ഈ സ്റ്റെല്ലോസ്കിയുമായിട്ടുള്ള ഇങ്ങനെ ഞാനൊരു കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്നും എനിക്ക് ഇങ്ങനെ 160 പേജുള്ള ഒരു നോവൽ എഴുതി പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ടെന്നും അത് ഇന്ന ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കണം, അല്ലെങ്കിൽ ഞാൻ ഇനി എഴുതുന്ന പുസ്തകങ്ങളൊക്കെ ഒരു 9 വർഷത്തേക്ക് എഴുതുന്ന പുസ്തകങ്ങളൊക്കെ അയാളുടേതായി മാറും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അന്നയോട് പറയുന്നുണ്ട്. അപ്പൊ ദസ്തേവ്സ്കിയെ സഹായിക്കാമെന്ന് അവള് പിന്നീട് ഉറപ്പിച്ചങ്ങോട്ട് ഒരു തീരുമാനം എടുക്കുകയാണ് ചെയ്യുന്നത്. ദസ്തേവ്സ്കിയുടെ ചുറ്റുമുള്ളവരെല്ലാം തന്നെ അയാളെ മുതലെടുക്കുന്ന സ്വഭാവമാണെന്ന് അന്നെ മനസ്സിലാക്കുന്നുണ്ട്. പിന്നീട് ഒരിക്കലും ഇവരിങ്ങനെ നേവാ നദിക്കരയിൽ വെച്ച് തന്റെ ജീവിതത്തിലുണ്ടായ വിഷമതകളെ പറ്റിയും പ്രണയങ്ങളെ പറ്റിയും കഷ്ടപ്പാടുകളെ പറ്റിയും ദാരിദ്ര്യത്തെ പറ്റിയും ഒക്കെ അന്നയോട് ദസ്തേവ്സ്കി പറയുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കേട്ടതിന് ശേഷം അദ്ദേഹം ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, അവളുടെ കൈ പിടിച്ചിട്ട് ആ കൈവെള്ളിയിൽ ചുംബിക്കുന്നുണ്ട്.
പക്ഷെ ഈ പ്രവൃത്തി അന്നയ്ക്ക് അത്രയ്ക്ക് അങ്ങോട്ട് സ്വീകാര്യമായി തോന്നിയില്ല. അവളൊരു ഞെട്ടൽ ഉളവാക്കി. അവള് ഒരു തീരുമാനം എടുക്കുകയാണ്. ഞാനിത് വേണ്ടാന്ന് വിചാരിച്ച് ഈ ജോലി വേണ്ട, തിരിച്ചു പോകാം എന്ന് ഈ സ്റ്റെനോഗ്രാഫറിന്റെ ജോലി മതിയാക്കിയിട്ട് തിരിച്ചു പോകാൻ തീരുമാനിക്കുന്നുണ്ട്. പക്ഷേ പോയതിനു ശേഷം അവൾ തിരിച്ച് പിന്നീടും വരുന്നതായിട്ട് കാണാം. കുറെ നാളുകൾക്ക് ശേഷം അന്നയോട് അദ്ദേഹം തന്റെ പ്രണയം പറയുന്നു. അവളത് വളരെ പോസിറ്റീവായിട്ട് എടുക്കുന്നു. എന്നിട്ട് ഞാൻ ഇതിന് ശേഷം എഴുതാൻ പോകുന്ന പുതിയ നോവലിനെ കുറിച്ച് പറയുന്നു. അതൊക്കെ അവള് വളരെ ക്ഷമാപൂർവം കേട്ടിരിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ നോവലിന്റെ അവസാന അധ്യായം, ഇപ്പൊ നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്ന നോവലിന്റെ അവസാന അധ്യായം എഴുതിയിട്ട് ഈ അന്ന അദ്ദേഹത്തിന്റെ അടുത്തുനിന്നും കടന്നു പോകുമ്പോൾ അദ്ദേഹം ഇങ്ങനെ വിങ്ങി പൊട്ടി നിൽക്കുകയാണ് ചെയ്യുന്നത്. വളരെ തളർന്നു പോകുന്നു. കാരണം ഇനി പോവുകയാണോ, അവള് തന്റെ ജീവിതത്തിലേക്ക് വരില്ലേ എന്നുള്ളൊരു വിഷമമൊക്കെ അദ്ദേഹത്തിനുണ്ട്. സ്റ്റെലോവ്സ്കി പറഞ്ഞ ദിവസത്തിന് ഒരു ദിവസം മുന്നേ തന്നെ അദ്ദേഹം തന്നെ നോവൽ എഴുതി പൂർത്തിയാക്കുന്നുണ്ട്. അപ്പോ ഇത് സ്റ്റെലോവ്സ്കിയെ ഏൽപ്പിക്കാനായിട്ട് ചെല്ലുന്ന സമയത്ത് അദ്ദേഹം ചെയ്യുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ദസ്തേവ്സ്കിയുടെ മുന്നിൽ നിന്ന് മാറിക്കളയുകയാണ്. അദ്ദേഹത്തിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടാനേ തയ്യാറാവുന്നില്ല. കാരണം ദസ്തേവ്സ്കി ഈ പുസ്തകം എഴുതി തീർത്തില്ലെങ്കിൽ ഇനി അദ്ദേഹം എഴുതുന്ന 9 വർഷത്തേക്കുള്ള എല്ലാ പുസ്തകങ്ങളും കൈവശമാക്കാം എന്നുള്ള ധാരണയിൽ ഇരിക്കുകയാണ്. അദ്ദേഹം മാറിക്കളയുന്നു. പക്ഷെ എന്നിട്ട് അവസാനം അന്ന സഹായത്തിനെത്തുകയും അന്നയും ദസ്തേവ്സ്കിയും കൂടെ ഈ പുസ്തകം ഒരു പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചിട്ട് അവിടുന്ന് റെസിപ്റ്റ് വാങ്ങുന്നു. ഏൽപ്പിക്കുന്ന സമയത്ത് അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ ചോദിക്കുന്നുണ്ട്, ദസ്തേവ്സ്കി നിന്റെ ആരാണ്, അല്ലെങ്കിൽ ദസ്തേവ്സ്കിയുടെ ആരാണ് നീ എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് അവള് പറയുന്ന ഒരു മറുപടിയുണ്ട്. ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യയാണ് എന്നാണ് അദ്ദേഹം ആ പോലീസ് ഉദ്യോഗസ്ഥരോട് അന്ന പറയുന്ന ഒരു മറുപടി. ആ മറുപടിയിൽ തന്നെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും അന്നയ്ക്ക് ദസ്തേവ്സ്കിയോട് എന്തുമാത്രം അഗാധമായ സ്നേഹമുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ആ നോവല് അവിടെ കൊടുത്തതിന് ശേഷം ആ റെസിപ്റ്റും കൈപ്പറ്റി തിരിച്ചു വരുന്ന അന്നയെ അദ്ദേഹം വളരെ സ്നേഹത്തോടുകൂടെ വാരിപ്പുണരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ആ നോവലിന്റെ അവസാന ഭാഗത്തേക്ക് കാണുന്നത്. വളരെ ശുഭപര്യവസായിയായിട്ട് അവസാനിക്കുന്ന ഒരു നോവലാണ് പെരുമ്പടവം ശ്രീധരന്റെ ഒരു സങ്കീർത്തനം പോലെ എന്നുള്ളത്. ഞാൻ പലതവണ വായിച്ചിട്ടുണ്ട്. വായിക്കുന്തോറും പിന്നെയും പിന്നെയും വായിക്കണമെന്ന് എനിക്ക് തോന്നുന്ന, അല്ലെങ്കിൽ എന്നെ അത്രയേറെ വായനയിലേക്ക് പിന്നെയും പിന്നെയും വായിക്കാനുള്ള ഒരു പ്രചോദനം നൽകുന്ന കുറച്ച് പുസ്തകങ്ങളുണ്ട്. അതിലൊരു പുസ്തകമാണ് പെരുമ്പടവം ശ്രീധരന്റെ ഒരു സങ്കീർത്തനം പോലെ എന്ന് പറയുന്ന നോവല്. അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ പറഞ്ഞു, ഞാൻ ഒരിക്കലും റഷ്യയിൽ പോയിട്ടില്ല, റഷ്യ നമ്മുടെ നാട്ടിൽ നിന്ന് എത്രയോ അകലെയാണ്. പക്ഷെ ദസ്തേവ്സ്കി എന്ന് പറയുന്ന സാഹിത്യകാരൻ എഴുതിയ പുസ്തകങ്ങൾ വായിച്ചിട്ടും അന്നയുടെ ഡയറി കുറിപ്പുകൾ വായിച്ചിട്ടും ഒക്കെയാണ് ഞാൻ ഇവരെ ഇത്രയും കൂടുതൽ ആഴത്തിൽ അറിഞ്ഞത്. അതിന്റെ ഒരു ബേസിലാണ് അദ്ദേഹം ഈ പുസ്തകങ്ങൾ ഒരു സങ്കീർത്തനം പോലെ എന്നുള്ള പുസ്തകം എഴുതുന്നത്. നമ്മൾ ഈ കഥ വായിക്കുമ്പോൾ നമുക്ക് അവര് പോകുന്ന ഓരോ സിറ്റുവേഷനിൽ, ഇപ്പൊ നേവാ നദിക്കരയിലൂടെ നടന്നു പോകുന്നതും ചൂതാട്ട കേന്ദ്രത്തിൽ നടക്കുന്നതും മദ്യപിക്കുന്നതും പുസ്തകം എഴുതുന്നതും അവർ തമ്മിലുള്ള പ്രണയ സംഭാഷണങ്ങൾ ഏർപ്പെടുന്നത്, ഇതെല്ലാം നമ്മൾ ആ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നതായിട്ട് നമുക്ക് തോന്നും. ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെയേറെ പ്രസക്തിയുള്ള ഒരു പുസ്തകമായിട്ട് ഞാൻ ഇതിനെ കണക്കാക്കുന്നു. അപ്പൊ എനിക്കിങ്ങനെ ഒരു അവസരം തന്നതിന് മൈ ട്രെയിനിങ് കോളേജിലെ അധ്യാപകരോടും പ്രിൻസിപ്പലിനോടും പ്രത്യേകിച്ച് ഇതിനെ ക്ഷണിച്ച കുട്ടികളോടും എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. താങ്ക് യു മാം. വളരെ മനോഹരമായ ഒരു റിവ്യൂ ആയിരുന്നു. ഈ പുസ്തകത്തെ വളരെ വ്യക്തമായ ഒരു ആഴത്തിൽ തന്നെ ഞങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നു. താങ്ക് യു മാം. നെക്സ്റ്റ് ഫീഡ്ബാക്ക് സെക്ഷനാണ്. ഫീഡ്ബാക്ക് പറയാൻ വേണ്ടി ഞാൻ ഹബീബയെ ക്ഷണിക്കുന്നു. അപ്പൊ നമുക്ക് ഇന്നത്തെ ലിറ്ററേച്ചറിന്റെ ഈ ഒരു പ്രോഗ്രാമിൽ പ്രസന്റ് ചെയ്ത പ്രേമോ ടീച്ചർക്ക് ഫസ്റ്റ് തന്നെ നല്ലൊരു താങ്ക്സ് പറയാണ്. കാരണം കുറഞ്ഞ സമയത്തിനുള്ളിൽ ഈ ഒരു സ്റ്റോറി നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ വായിക്കാത്തവർക്കൊക്കെ ഇപ്പൊ ഒരു വായിച്ചു കഴിഞ്ഞ ഒരു ഫീല് നല്ല രീതിയിൽ തന്നെ അവർ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ താങ്ക് യു മാം. താങ്ക് യു ഹബീബ. നെക്സ്റ്റ് ഫീഡ്ബാക്ക് പറയാൻ വേണ്ടി ഹദ്യയെ ക്ഷണിക്കുന്നു. ഗുഡ് ഈവനിങ്. പ്രിയ മാം നല്ല രസമായിട്ട് ഈ സ്റ്റോറി പ്രസന്റ് ചെയ്ത് അന്നയായിട്ടുള്ള
ബന്ധം വളരെ മനോഹരമായിട്ട് വിശദീകരിച്ച് എല്ലാവരും നന്നായി എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. താങ്ക് യു ഹദ്യ. ഇനി ആർക്കെങ്കിലും ഫീഡ്ബാക്ക് പറയാൻ താല്പര്യമുണ്ടോ? ഗുഡ് ഈവനിങ് ടീച്ചർ, ഞാൻ ഷിലിനിയാണ്. ടീച്ചർ നല്ല പ്രസന്റേഷൻ ആയിരുന്നു കേട്ടോ. വളരെ നല്ല രസമായിട്ട് കേൾക്കാനും കഥ നല്ല ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാനും സാധിച്ചു. താങ്ക് യു മാം. ഷിൽനയാണ് എന്നെ വിളിക്കുന്നത് കേട്ടോ. ഒരു തവണ എന്നോട് പറഞ്ഞിരുന്നു. അപ്പൊ എനിക്ക് ചെറിയ മക്കളുള്ളത് കൊണ്ട് പറഞ്ഞ സമയത്ത് എനിക്ക് ആ പുസ്തകം കൊണ്ട് പ്രസന്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല. പിന്നീട് ഞാൻ പറഞ്ഞിരുന്നു എന്റെ വീട്ടിൽ ആളുള്ള സമയത്ത് വേണം എനിക്കത് ഇവിടെ ചെയ്യാൻ. എനിക്ക് 4 മക്കളുണ്ട്. അതിൽ 3 ആൾക്കാർ ചെറിയ കുട്ടികളാണ്. അപ്പൊ സന്ധ്യാസമയല്ലേ, അപ്പൊ കുറച്ചൊരു ബുദ്ധിമുട്ട് വന്നാലോ എന്നുള്ളൊരു പേടി എനിക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ്. പക്ഷെ ഇന്നിവിടെ ആൾക്കാരില്ല, ഹസ്ബൻഡ് ഇല്ല. എന്നാലും ഞാൻ എന്റെ മക്കളോട് പറഞ്ഞു. കുറച്ചു നേരം എന്റെ അടുത്ത് ഇരുന്നു. അപ്പോഴാണ് ആ ഒരു ഡിസ്റ്റർബൻസ് പോലെ ഫീൽ ചെയ്തത്. പിന്നെ അവരങ്ങോട്ട് കാര്യം പറഞ്ഞിരുന്നത് കൊണ്ട് മനസ്സിലായി. അത് മാറി നിന്ന് കാണുകയാണ് ചെയ്തത്. ഷിലിനാണ് എന്നെ വിളിച്ചത് കേട്ടോ. ഒരുപാട് താങ്ക്സ്. എനിക്കൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. പുസ്തകങ്ങൾ ഒരുപാട് വായിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ ഇങ്ങനെ ഒരു ബുക്ക് റിവ്യൂ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ പ്രസന്റ് ചെയ്യാനൊരു അവസരമായിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ ഒരുപാട് താങ്ക്സ് കേട്ടോ. താങ്ക് യു മാം. ഇതോടെ ഇന്നത്തെ ലിറ്ററൽ ലെൻസിന്റെ പരിപാടി വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഈ പരിപാടിയിൽ പങ്കെടുത്ത നമ്മുടെ അതിഥിയായ റിയമോൾ മാമിന് സ്പെഷ്യൽ താങ്ക്സ്. കൂടാതെ ഈ പ്രോഗ്രാമിൽ പങ്കുചേർന്ന എല്ലാ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും താങ്ക് യു ഓൾ.